നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സൂര്യ, നന്ദിനിയായിട്ട് തിരിച്ചു ചെല്ലുമ്പോ സ്വാഭാവികമായിട്ട് അമ്മയെ അവരൊക്കെ എതിർക്കും. എങ്കിലവരെ വിവരം അറിയും. ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെയൊന്നും വന്നാൽ നേരിടണ്ട. അവര് സ്വാഭാവികമായിട്ട് പറഞ്ഞുണ്ടാക്കുക നന്ദിനിക്ക് പോവാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവള് തിരിച്ചു വീട്ടിലേക്ക് വന്നു എന്നാ. അതല്ല സംഭവിച്ചെന്ന് അച്ഛനങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. എന്നിട്ടും എന്തെങ്കിലും പറയുകയാണെങ്കിൽ എനിക്കും പ്രതികരിക്കേണ്ടി വരും. വേണ്ട സർ, സാർ എനിക്കൊരു ഉപകാരം ചെയ്യണം. പറ്റെങ്കിൽ അവരോടൊക്കെ എന്റെ പേരൊന്ന് പറയാതിരിക്കൂ. സാർ എന്നെ കുറിച്ച് ഓരോന്ന് പറയുമ്പോഴാ അവരുടെ ദേഷ്യം ഇരട്ടിച്ചരട്ടിച്ച് വരുന്നത്. അത് വെച്ചിട്ടാ പിന്നെ അവരെന്നെ ദ്രോഹിക്കുന്നതും. സാർ എന്നെ ശ്രദ്ധിക്കേ വേണ്ട. കേട്ടോ അച്ഛാ, ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെയാ ശരിയാവുക? എടാ, നന്ദിനി പറഞ്ഞതിനെ അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്ക്. നന്ദിനി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ പറയാൻ നിനക്ക് ഇഷ്ടമാ. പക്ഷേ അത് നീ സത്യസന്ധമായിട്ട് പറയുന്നതാണോ അതോ മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ? അതൊന്ന് സ്വയം ചിന്തിച്ചു നോക്ക്. അങ്ങനെയൊന്നും സാറ് ചിന്തിക്കില്ല. എന്ന് താനാണോ തീരുമാനിക്കുന്നത്? അച്ഛൻ ചിന്തിക്കാൻ പറഞ്ഞാ ചിന്തിക്കാനായിട്ട് അല്പം സമയം താ. അല്ല പിന്നെ എടാ, ജീവിതത്തിൽ നീ മെച്യൂരിറ്റി, അതായത് പക്വത കാണിക്കണം. നന്ദിനിയെ സംരക്ഷിക്കാൻ നീ തയ്യാറാണെന്നുള്ളതൊക്കെ എനിക്കറിയാം.